നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 170ആയി. 134 ഇന്ത്യക്കാരടക്കം 750-ലധികം പേരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി മലയാളികളും കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 36-അംഗ സംഘം സുരക്ഷിതരാണ്. മരുന്നുകളടക്കം 10 ടൺ രക്ഷാസാമഗ്രികൾ ഇന്ത്യ നേപ്പാളിൽ അയക്കുകയും ചെയ്തു. നേപ്പാൾ പോലീസ് അവരുടെ എക്സ് പേജിൽ പങ്കുവച്ച चिला दृश्यങ്ങൾ കൂടി കാണാം. रसुवामा तिब्बत तर्फबाट ठूलो बाढी प्रवेश गरेकोले अर्को सूचना नआउँदासम्म त्रिशुली नदीको तटीय क्षेत्रका जिल्लाहरू नुवाकोट, धादिङ, चितवन, गोर्खा लगायतका स्थानहरूमा उच्च सतर्कता सहित सुरक्षित स्थानमा रहन अनुरोध छ। भोटेकोशी नदी रसुवामा तिब्बत तर्फबाट ठूलो बाढी प्रवेश गरेकोले अर्को सूचना नआउँदासम्म त्रिशुली വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഞെട്ടിച്ച ദൃശ്യങ്ങളാണ്, ഞെട്ടിക്കുന്ന, ഭയപ്പെടുത്തുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് വരുന്നത്. അത്രമാത്രം ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലയാളികളെ സംബന്ധിച്ച് അത്ര ആശങ്കയില്ല എന്ന് തോന്നുന്നു എങ്കിൽ പോലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിട്ടാണ് പറയുന്നത്? ഒരു ഭൂകമ്പ സാധ്യതയൊന്നുമില്ലല്ലോ അല്ലേ? എൽദോ, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഇപ്പോഴും എത്രയെന്ന് വ്യക്തമായിട്ടില്ല. മരണം സംബന്ധിച്ച് ഔദ്യോഗികമായി വരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 170 മരണം എന്നാണ് ഔദ്യോഗികമായൊരു വിവരം പുറത്തു വന്നിട്ടുള്ളത്. 800-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 300-ലധികം പേരും ഇന്ത്യക്കാരെന്ന വിവരമാണ് പുറത്തു വരുന്നത്. മലയാളികളായി 52 പേരുണ്ട്. ഇവർ കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ യാത്ര പോയതാണ്. ഇപ്പോൾ നോർക്കയുടെ ഒരു വിശദീകരണം വന്നിട്ടുള്ളത് ഇവരുമായി ആശയവിനിമയം സാധ്യമാകുന്നു എന്ന തരത്തിൽ തന്നെയാണ്. മറ്റ് അപകടങ്ങളില്ല, സുരക്ഷിതരാണ് എന്ന ഒരു നിഗമനമാണ് ഉള്ളത്. ഇവരുടെ ബന്ധുക്കളുമായും നോർക്കയുടെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നുണ്ട്. അതേസമയം കൂടുതൽ ആളുകൾ തമിഴ്നാട്, അതോടൊപ്പം പശ്ചിമ ബംഗാൾ, ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി ഉള്ളതെന്ന വിവരം. അതോടൊപ്പം തന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ അംഗങ്ങൾ അവരും ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി പോയതാണ്. മാനസ സരോവറിലേക്കുള്ള യാത്രാമധ്യേ അവർക്ക് രേഖകളൊക്കെ തന്നെ പരിശോധിക്കുന്ന മേഖല, ആ മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. രസുവഗഡി പ്രവിശ്യ, ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം ആദ്യം ഉണ്ടാകുന്നത്. ഈ വെള്ളം കുത്തിയൊലിക്കുന്നതിൻ്റെ തുടക്കം അവിടെയാണ്. ഇതിന് കാരണമായി പറയുന്നത് ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന തടയണകളുണ്ട്. അതായത് ദീർഘകാലം വെള്ളം ഒഴുകി വരുമ്പോൾ അതിലെ ചെളിയും മറ്റും അടിഞ്ഞുകൂടി, ഐസുമൊക്കെ അടിഞ്ഞുകൂടി ഒരു തടയണ പോലെ രൂപപ്പെടും. അതിൽ ജലം സംഭരിക്കും. പിന്നീട് ഇത് ക്രമാതീതമാകുമ്പോൾ ഈ തടയണ തകർന്നു പോകും. അതായത് കോൺക്രീറ്റോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഒരു തടയണയല്ല, പ്രകൃതിദത്തമായി രൂപം കൊള്ളുന്ന തടയണയാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ശാസ്ത്രീയമായ ഒരു അടിത്തറയോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, അതിന് ഉറപ്പുണ്ടാകില്ല. ഇത് വലിയ തോതിൽ വെള്ളം കയറുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണ്. പ്രത്യേകിച്ച് മഴക്കാലമല്ലാതിരുന്നിട്ട് കൂടി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗം, അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. 10 ടൺ മരുന്നും മറ്റ് വസ്തുക്കളുമടക്കം ഇന്ത്യയുടെ വിമാനം അവിടെ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതും നടക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സുവാർകോട്ട്, രസുവ, ഗൂർഖ എന്നീ നേപ്പാളിൻ്റെ ജില്ലകളെയാണ് പ്രധാനമായും ഈ അപകടം ബാധിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഉൾപ്പെടെ, അതായത് വിവിധ മാർക്കറ്റുകളും അങ്ങനെ ജനങ്ങൾ ഒത്തുകൂടുന്നതുമായ ഇടങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിരിക്കുന്നു. 12 ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണമായും തകർന്നു. 19 പാലങ്ങൾ തകർന്നു. 40 കിലോമീറ്റർ റോഡ് തകരുകയും ചെയ്തു. എൽദോ, റൈറ്റ്. ആശങ്കപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കണ്ടത് എന്ന് അറിയാം. എന്നാൽ മലയാളികളെ സംബന്ധിച്ച് 53 മലയാളികളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് നോർക്ക് അറിയിച്ചത്. ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനുള്ള പരിശോധനകൾ നടക്കുകയാണ്. കാഞ്ഞങ്ങാട് നിന്നും കോട്ടയത്ത് നിന്നും പോയ യാത്രാ സംഘങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും സുരക്ഷിതരാണ്. ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് മലയാളികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നോർക്ക CEO രാജേഷ് മാധവൻ പറഞ്ഞത്. ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിംഗ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളിത് നിരന്തരം നമ്മളുടെ ഡൽഹിയിലുള്ള നോർക്ക റൂട്ട്സിന്റെ ഡെവലപ്മെന്റ് ഓഫീസറുണ്ട്, ഷാജിമോനാണ് ഡൽഹിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ റെസിഡന്റ് കമ്മീഷണർ സാറിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിലേക്ക് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. സോ പിന്നീട് നമുക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത വേറൊരു സ്ട്രാറ്റജി,
ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമം നടന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത ഫാമിലി മെമ്പേഴ്സിനെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തന്നെ വീണ്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഇവർക്ക് അവസാനം കിട്ടിയ വിവരങ്ങൾ, അതായത് ഇവരെ എപ്പോഴേലും വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് പറയുകയോ ആ യാത്രാ വിവരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അവസാനം കിട്ടിയ അപ്ഡേറ്റ് കൂടി ഞങ്ങൾ കളക്ട് ചെയ്തു. സോ അത് വെച്ചിട്ട് അത് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോഴേക്ക് ഏകദേശം ഇവര് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. സോ അത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫൈനലായിട്ട് നമുക്ക് ഇവരായിട്ടൊരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പൂർണ്ണ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റും.